കേരള സർക്കാരിന്റെ കീഴിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു അവസരവും കൂടി ഇപ്പോൾ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. യൂണിഫോം പോസ്റ്റ് ആണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ്. 3 നോട്ടിഫിക്കേഷൻ ഇതിൽ പറയുന്നുണ്ട്. പറയാൻ പോകുന്ന ജില്ലയിലുള്ള അതുപോലെ തന്നെ വരുന്ന സ്പെഷ്യൽ കാറ്റഗറിയിൽ പെട്ടവർക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും. വേക്കൻസി വിലയിരുത്തി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, യോഗ്യതയുണ്ടോ, തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. എന്തായാലും നമുക്ക് വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, അതായത് ഈ യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട. കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി ഫോറസ്റ്റ് ഡ്രൈവർ പോസ്റ്റിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. 30/12/2024 ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 29/1/2025 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 564/2024 മുതൽ 566/2024 വരെ വരുന്ന ഏകദേശം 3 നോട്ടിഫിക്കേഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഫോറസ്റ്റ് ഡ്രൈവർ പോസ്റ്റിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 26,500 മുതൽ 60,700 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത്. വേക്കൻസീസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 3 കമ്മ്യൂണിറ്റികൾക്കാണ് ഈ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. 564/2024 എന്ന് പറയുന്നത് വിശ്വകർമ്മ ഇടുക്കി ഡിസ്ട്രിക്റ്റിലേക്ക് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 565/2024 എന്ന കാറ്റഗറി നമ്പറിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് പാലക്കാടിലെ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 566/2024 OBC വയനാട് ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വേക്കൻസിൻ്റെ കാര്യം നിങ്ങൾ നോക്കണ്ട. കേരള PSC ആണ്. വേക്കൻസിൻ്റെ അടിസ്ഥാനം നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട. യോഗ്യത ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് വനിതകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല, ആൺകുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഡിസ്ട്രിക്ട് വൈസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ജില്ലയിൽ പറഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ സ്പെഷ്യൽ കാറ്റഗറിയിലുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. OBC ഉദ്യോഗാർത്ഥി അതുപോലെ തന്നെ വിശ്വകർമ്മ ഉദ്യോഗാർത്ഥികൾക്ക് വരുന്ന ഏജ് ലിമിറ്റ് 23 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 2/1/1985 1/1/2001 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. ഇനി ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ടവർ അപേക്ഷിക്കുകയാണെങ്കിൽ 23 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. 2/1/1983 1/1/2001 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് SSLC അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും മസ്റ്റ് ഹാവ് വാലിഡ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് അതുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഫോർ ഓൾ ടൈപ്പാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് LMV ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ HGMV ഉണ്ടായിരിക്കണം, പിന്നെ അതുപോലെ തന്നെ HPMV ഉണ്ടായിരിക്കണം. അതായത് ലൈറ്റ് മോട്ടോറും ഹെവി വെഹിക്കിളും എല്ലാം ഓടിക്കാനുള്ള, ഹെവി ഗുഡ്സ് ആണെങ്കിലും ഹെവി പാസഞ്ചർ വെഹിക്കിൾ ആണെങ്കിലും ഇതൊക്കെ ഓടിക്കാനുള്ള ലൈസൻസ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. ആൻഡ് എക്സ്പീരിയൻസ് ഫോർ നോട്ട് ലെസ് ദാൻ 3 ഇയർ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ ഡ്രൈവിംഗ് മോട്ടോർ വെഹിക്കിൾ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം 10ാം ക്ലാസ്സിൻ്റെ കൂടെ ഈ ലൈസൻസ് ഒക്കെ ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതൊരു യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകുന്നതാണ്. ഫിസിക്കൽ ടെസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ OBC വിശ്വകർമ്മക്കുള്ള ഹൈറ്റ് 168 സെൻറ്റിമീറ്റർ വേണം, ചെസ്റ്റ് 81 വേണം, 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. അതുപോലെ SC വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് 160 സെൻറ്റിമീറ്റർ ആണ് ഉയരമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം 81 സെൻറ്റിമീറ്റർ വേണം, 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാനും പറ്റിയിരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് ഈ ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് നോക്കും. പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അതായത് ഇവിടെ കാണുന്ന ഇവൻറ്റില്ലേ, ഈ ഇവൻറ്റുകളൊക്കെ ഉണ്ടാവും PSC എക്സാം കഴിഞ്ഞാൽ. അതിൽ നിന്ന് 5 എണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. 8 എണ്ണം ഉണ്ടാകും. അതൊന്ന് ഞാൻ പറയാം. 100 മീറ്റർ ഓട്ടം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദി ഷോട്ട്, അതുപോലെ തന്നെ ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ, റോപ്പ് ക്ലൈമ്പിങ്, പുള്ളപ്പ് ഓർ ചിന്നിങ്, 1500 മീറ്റർ ഓട്ടം. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം, ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഇവൻറ്റിൽ ഏതെങ്കിലും 5 എണ്ണം ഈ പറയുന്ന ഡിസ്റ്റൻസിലും ടൈമിൻ്റെ ഉള്ളിൽ, അതിന് കൃത്യമായിട്ടുള്ള ഡിസ്റ്റൻസിൻ്റെയും ടൈമിൻ്റെയും ഉള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ പാസ്സാവുന്നതായിരിക്കും. ഇവിടെ പറയുന്ന ഏതെങ്കിലും 5 എണ്ണം മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഏതെങ്കിലും 5 എണ്ണം നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ ക്വാളിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത്. പരമാവധി യോഗ്യതയുള്ള ലൈസൻസ് ഒക്കെയുള്ള സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട. ഈ പറഞ്ഞ വിശ്വകർമ്മ, ഷെഡ്യൂൾഡ് കാസ്റ്റ്, അതുപോലെ തന്നെ OBC വിഭാഗത്തിന് ഇടുക്കി, പാലക്കാട്, വയനാട്ടിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഈ ഒരു വേക്കൻസി നിങ്ങൾ നോക്കണ്ട. വേക്കൻസിൻ്റെ കാര്യം നിങ്ങൾ കണക്കിലെടുക്കണ്ട. യോഗ്യതയുണ്ടോ, താല്പര്യമുണ്ടോ, തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക.